ഹായ് ഓൾ, വെൽക്കം ടു എജു വാലി. നമ്മൾ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള അടുത്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ് ചെയ്യുന്നത്. നേരത്തെ 2 സെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ബാക്കിയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ ഡയറക്ടറി വിത്തിൻ അനദർ ഡയറക്ടറി ഈസ് കോൾഡ്. ഒരു ഡയറക്ടറിക്ക് അകത്തെ മറ്റൊരു ഡയറക്ടറിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു ഡയറക്ടറിക്കകത്തെ മറ്റൊരു ഡയറക്ടറിനെ പറയുന്ന പേരാണ് സബ് ഡയറക്ടറി. ഓക്കെ, സബ് ഡയറക്ടറി. ഡയറക്ടറി എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പദമാണ്? ഫോൾഡറിന് ഇക്വലൻ്റ് ആണ് കേട്ടോ. ഫോൾഡറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പദമാണ് ഡയറക്ടറി. ഇനി ഏറ്റവും ബേസ് ആയിട്ടുള്ള ഡയറക്ടറിനെ, ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡയറക്ടറിനെ പറയുന്ന പേരാണ് റൂട്ട് ഡയറക്ടറി. ഓക്കെ, ഒരു ഡയറക്ടറിക്ക് അകത്തെ മറ്റൊരു ഡയറക്ടറിനെ പറയുന്ന പേരാണ് സബ് ഡയറക്ടറി. അതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡയറക്ടറിനെ പറയുന്ന പേരാണ് റൂട്ട് ഡയറക്ടറി. ഡയറക്ടറി ഈസ് ഈക്വലൻ ടു ഏത് വാക്കാണ്? ഫോൾഡർ. അപ്പോൾ സബ് ഫോൾഡർ എന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ച് നോക്കാം. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലൊരു കണ്ടിന്യൂവേഷൻ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോസ്റ്റ് കോമൺലി ലൊക്കേഷൻ സീലാണ് അല്ലേ, ലോക്കൽ ഡിസ്ക് സീലാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സേവ് ആക്കുന്നത്. അപ്പോൾ ഈ റീസൈക്കിൾ ബിന്ന്, ഡൗൺലോഡ്സ്, ഡോക്യുമെൻറ്റ്സ് ഇതിൻ്റെയൊക്കെ റൂട്ട് ഡയറക്ടറി ഏതാണ് എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ കാര്യങ്ങളുടെയൊക്കെ ഏതൊക്കെയാണ്? റീസൈക്കിൾ ബിന്ന്, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ്, ഡൗൺലോഡ്സ്, ഇതിൻ്റെ എല്ലാം എന്താണ് റൂട്ട് ഡയറക്ടറി? എന്താണ്? ലോക്കൽ ഡിസ്ക് സി ആണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക, കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ പേജ് നമ്പർ ഷോൺ ഓൺ ദി ഡാഷ്ഡ് പേജ്. പേജ് നമ്പറിൻ്റെ എവിടെയായിട്ടാണ് പേജ് നമ്പർ കാണിക്കുക? പേജിൻ്റെ എവിടെയായിട്ടാണ് പേജ് നമ്പർ കാണിക്കുക എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. എവിടെയാണ്? ടോപ്പ് ഓഫ്, ബോട്ടം ഓഫ്, സൈഡ് ഓഫ്, എനിവേർ എന്നിങ്ങനെ 4 ഓപ്ഷനുണ്ട്. നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത് എനിവേർ ആണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ആ എനിവേർ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കണം. ഓക്കെ, ഐദർ നമുക്ക് പേജ് നമ്പർ നമുക്ക് പേജിൻ്റെ ടോപ്പിൽ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ബോട്ടത്തിൽ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ സൈഡിൽ ആഡ് ചെയ്യാം. ഓക്കെ, 3 കാര്യങ്ങൾ ഓർത്തോ. ഏതൊക്കെയാണ്? ടോപ്പ്, ബോട്ടം, സൈഡ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടേക്ക് ആഡ് ചെയ്യാം? ഹെഡറിൽ ആഡ് ചെയ്യാം, ഹെഡറിൽ ആഡ് ചെയ്യാം, ഫൂട്ടറിൽ ആഡ് ചെയ്യാം, പിന്നെന്താണ്? മാർജിൻ. അപ്പം ഇങ്ങനെയൊക്കെയാണ് എവിടേക്കാണ് എന്നുള്ളതിൻ്റെ ആൻസർ പറയാൻ പറ്റുക. ടോപ്പിൽ ആഡ് ചെയ്യാം, ബോട്ടത്തിൽ ആഡ് ചെയ്യാം, സൈഡ്സിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഹെഡറിൽ ആഡ് ചെയ്യാം, ഫൂട്ടറിൽ ആഡ് ചെയ്യാം, മാർജിൻസിൽ ആഡ് ചെയ്യാം. അപ്പം എനിവേർ എന്ന് പറയുന്നത് എവിടേക്കാണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? എനിവേർ എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ അല്ലേ? എനിവേർ എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ ഡാഷ് ഡിറ്റർമിൻ ദ ബേസിക് സ്ട്രക്ചർ ഫോർ എ ഡോക്യുമെൻറ്റ് ആൻഡ് കണ്ടെയ്ൻ ഡോക്യുമെൻറ്റ് സെറ്റിങ്സ്. ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടായിരിക്കും, ഡോക്യുമെൻറ്റിൻ്റെ ബേസിക് സ്ട്രക്ചറും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സെറ്റിങ്സും അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? ടെംപ്ലേറ്റ് അല്ലേ? ടെംപ്ലേറ്റ് എന്ന അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെഡിമെയ്ഡ് ഡോക്യുമെൻ്റ് ആണ്. വേർഡിൻ്റെ ഡീഫോൾട്ട് ടെംപ്ലേറ്റ് നെയിം എന്താണ്? നോർമലാണ്. ഇതൊരു PYQ ആണ് കേട്ടോ. നോർമലാണ് ഡീഫോൾട്ട് ടെംപ്ലേറ്റ്. എന്താണ്? ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും, നമ്മളുടേതായിട്ടുള്ള കണ്ടൻറ്റ് ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി എഴുതിയാൽ മതി. ബാക്കി ഡിസൈനിങ്ങും തീമും കാര്യങ്ങളൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സിംബൽ പ്ലേസ്ഡ് ബിഫോർ ഐറ്റം ഇൻ എ ലിസ്റ്റ് ടു ഹൈലൈറ്റ് ദം. ഐറ്റത്തിന് മുമ്പായിട്ട് ഒരു ഐറ്റം ലിസ്റ്റ് ചെയ്യണ സമയത്ത് അതിന് മുമ്പിൽ നമ്മളൊരു സിംബൽ ആഡ് ചെയ്യും അല്ലേ? ആ സിംബലിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കണത്. എന്താണത്? ബുള്ളറ്റ് ആണ് അല്ലേ? ഒരു ഐറ്റം ലിസ്റ്റ് ചെയ്യണ സമയത്ത് അതിന് മുമ്പിൽ ഒരു സിംബൽ കൊടുക്കുന്നുണ്ട്. ആ ലിസ്റ്റ് ചെയ്യുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അത്തരത്തിൽ പറയുന്ന ആ സിംബലിൻ്റെ പേരാണ് എന്ത്? ബുള്ളറ്റ്. നമ്മൾ ഒരു എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആവശ്യം വരാത്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ ബുള്ളറ്റ് കൊടുക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതായത് ഇന്ന സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാവൂ എന്നുള്ള ആ ഒരു സ്റ്റെപ്പിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബുള്ളറ്റിന് കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ എന്താ നമ്മൾ കൊടുക്കും? നമ്പേഴ്സാണ് കൊടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
which one is an example for non-impact printer? Non-impact printerന് എക്സാമ്പിൾ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. താഴെ ഓപ്ഷനിൽ ഡോട്ട് മെട്രിക്സ് ഉണ്ട്, ഇങ്ക്ജെറ്റ് ഉണ്ട്, ഡെയ്സി വീൽ ഉണ്ട്, ഓൾ ഓഫ് ദീസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഏതാണ് പറഞ്ഞേ? ഏതാ ഇവിടുത്തെ ആൻസർ വരുന്നത്? ഇങ്ക്ജെറ്റ് ആണ് ആൻസർ വരുന്നത്. എന്താണ് ഇമ്പാക്റ്റ് ആൻഡ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറഞ്ഞേ? എന്താണ് ഇമ്പാക്റ്റ് പ്രിൻ്റർ? പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് പ്രിൻ്റ് ഹെഡും പേപ്പറും തമ്മിലൊരു കോണ്ടാക്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്നാ പറയുക? ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്നാണ് പറയുക. അത്തരത്തിൽ കോണ്ടാക്റ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയുക? നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്നാണ് പറയുക. അപ്പോൾ പേപ്പറും പ്രിൻ്റ് ഹെഡും തമ്മിലൊരു കോണ്ടാക്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിനെ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്നും, പ്രിൻ്റ് ഹെഡും പേപ്പറും തമ്മിലൊരു കോണ്ടാക്റ്റ് വരുന്നില്ലെങ്കിൽ അതിനെ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്നും പറയുന്നു. ഈ പറയുന്ന ഡെയ്സി വീല് അതുപോലെ തന്നെ ഡോട്ട് മെട്രിക്സ് ഇത് രണ്ടും എന്താണ്? ഇമ്പാക്റ്റ് പ്രിൻ്ററിന് എക്സാമ്പിളാണ്. ഇങ്ക്ജെറ്റ്, ലേസർ, തെർമൽ ഈ കാര്യങ്ങളൊക്കെ എന്താണ്? നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനകത്ത് ഇത്രയും 5 ക്വസ്റ്റ്യൻസും അതിൻ്റെ കുറച്ച് ഡീറ്റെയിലിംഗ് കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസത്തിൽ കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഫൈൻ, താങ്ക് യു.